ഐഐടിയുടെ ബിരുദദാന ചടങ്ങിൽ ഗായത്രി മന്ത്രം ചൊല്ലി. ഇതാണ് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിന്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗായത്രി മന്ത്രമൊക്കെ ഐഐടി ബിരുദദാന ചടങ്ങിലൊക്കെ ചൊല്ലിയിട്ടുണ്ടോ? ഗായത്രി മന്ത്രമല്ല അവിടെ ചൊല്ലിയത്. അവിടെ തൈത്തരീയ ഉപനിഷത്തിൻ്റെ ശിക്ഷാവല്ലിയാണ് ചൊല്ലിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഷമാ മുഹമ്മദിന് തെറ്റുപറ്റിപ്പോയി, ഗായത്രി മന്ത്രം ചൊല്ലി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുകയും ചെയ്തത് ഗായത്രി മന്ത്രം വീട്ടിൽ ചൊല്ലാൻ പുറത്ത് ചൊല്ലാൻ പാടില്ല എന്നൊക്കെ അവർ കമൻറ്റ് പറയുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഏതായാലും അവർക്ക് വലിയൊരു അമളിയാണ് പറ്റിയത്. ശിക്ഷാവല്ലിയിൽ പറയുന്ന തൈത്തരീയ ഉപനിഷത്തിൽ ദശോപനിഷത്തുകളിൽ ഒന്നാണ് തൈത്തരീയ ഉപനിഷത്ത്. തൈത്തരീയ ഉപനിഷത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗുരുകുലത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ട് വിദ്യാർത്ഥി ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടെ ചൊല്ലുന്ന ഒരു മന്ത്രമെന്ന് പറയാൻ കഴിയില്ല, അവിടെ ചൊല്ലുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. മടങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്, ശിക്ഷാവിധിയിൽ പറയുന്നതാണ്: സത്യം പറയുക, ധർമ്മം ചെയ്യുക, സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും നല്ലതിൽ നിന്നും ക്ഷേമകർമ്മങ്ങളിൽ നിന്നും പിഴച്ചു പോകരുത്, അമ്മയെയും അച്ഛനെയും ആചാര്യനെയും അതിഥിയെയും ദേവനായി കരുതുക, കുറ്റമറ്റ കർമ്മങ്ങളെ ചെയ്യാവൂ, നല്ല പ്രവർത്തികൾ മാത്രമേ നിങ്ങൾ അനുസരിക്കാവൂ, അല്ലാത്തവ പാടില്ല. ഇങ്ങനെ പോകുന്ന ഒരു ഉപദേശകവല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ടു പോകുന്ന ഒരു ഉപദേശങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് എന്നുള്ളതാണ്. ഇനി അതല്ല, ഗായത്രിയാണ് ചൊല്ലിയതെങ്കിലോ? ഗായത്രി മഹത്തായ ഉപദേശമല്ലേ? ഏറ്റവും മാനവികമായിട്ടുള്ള ഒരു ദർശനമാണ് ഗായത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഗായത്രി ദർശനത്തെ മനസ്സിലാക്കാനുള്ള കെൽപ്പ് പോലും ക്ഷമയ്ക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമയുടെ മനസ്സിൽ എന്താണുള്ളത്? ആത്യന്തികമായുള്ളത് ഹൈന്ദവ വിരോധം, 1. 2 വിജ്ഞാന വിരോധം, 3 ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പറ്റിയുള്ള അറിവില്ലായ്മ. ഇതൊക്കെയാണ് ഇവരെ നയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് പറയാൻ കഴിയും. ഇനി ഗായത്രി എന്താ പറയുന്നത്? ഗായത്രി എന്ന മന്ത്രത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ ഗായത്രി മന്ത്രങ്ങളുടെ മാതാവാണ് എന്നാണ് പറയുന്നത്. എല്ലാ മന്ത്രങ്ങൾക്കും മുൻപ് ഗായത്രി ചൊല്ലിയാലേ മന്ത്രങ്ങൾക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ചൊല്ലുന്ന മന്ത്രമായിട്ടുള്ള ഗായത്രി എല്ലാവർക്കും ഉപനയന സമയത്ത്, യജ്ഞോപവീതം ഇടുന്ന സമയത്താണ് കൊടുക്കുന്നത്. അച്ഛനിൽ നിന്നായിരിക്കും മിക്കവാറും കുട്ടിക്ക് അത് പകർന്നു കിട്ടുന്നത്. ഈ ഷെമ മുഹമ്മദിന് തെറ്റിദ്ധാരണ പോലും ഉണ്ടായതായിരിക്കും. കാരണം ഒരുപാട് മന്ത്രങ്ങൾ ഉണ്ട്. അതിൽ ഗായത്രി മന്ത്രമാണെന്ന് തന്നെ ഇവർ പറയുകയും ഗായത്രി മന്ത്രം വീട്ടിൽ പോയി പറയുമ്പോൾ ആരെങ്കിലും ചിലപ്പോൾ മനസ്സിലാവണ്ടേ? സംസ്കൃതം ആയതുകൊണ്ട് തന്നെ കേട്ടപ്പോൾ പറഞ്ഞാണ് ഇത് ഗായത്രി മന്ത്രമാണെന്ന് ആരെങ്കിലും ഇവർക്ക് പറഞ്ഞു കൊടുത്തു കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് ഗായത്രി മന്ത്രമാണ്, ഗായത്രി മന്ത്രം എന്തിന് ഐഐടിയിലെ ബിരുദദാന ചടങ്ങിൽ ചൊല്ലിയിട്ടുണ്ട്, ഇതങ്ങ് വീട്ടിൽ പോയി ചൊല്ലിയാൽ മതി. ഒരാള് ആതിരയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വാക്ക് പറയുന്നു, എന്നാൽ ആതിര എന്തായിരിക്കും ചെയ്യുക? ആദ്യം അത് അങ്ങനെയാണോ ചെക്ക് ചെയ്യും. എന്താണെന്ന് ചെക്ക് ചെയ്യുമല്ലേ? സ്വാഭാവികമായിട്ട് അതിന് അർത്ഥം അറിയാൻ ശ്രമിക്കും. ഒരു സ്പാനിഷ്കാരൻ വരുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ചുകാരൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഡയലോഗ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അപ്പോഴും തന്നെ ജമനി എടുത്തിട്ട് ഒന്നും കൂടെ പറയുമെന്ന് ചോദിച്ചിട്ട് ഞാൻ എടുത്ത് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ അർത്ഥം സെർച്ച് ചെയ്യും. ഈ സ്പാനിഷുകാരനോട് നിങ്ങൾക്ക് പ്രത്യേക ഇഷ്ടമില്ലായ്മയുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തക്കം പാത്തിരിക്കുകയാണ്. അപ്പൊ ഇവ എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവനെ 2 പറയായിരുന്നല്ലോ എന്നൊരു മൈൻഡിലിരിക്കുകയാണ്. എന്നൊരു രീതിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ നിങ്ങളോട് എന്തോ പറയുന്നു. അപ്പൊ അപ്പുറത്തേക്ക് എടാ അവൻ നിന്നെ ചീത്തയാണ് പറഞ്ഞത്, കിട്ടി ഇതാണ് ഞാൻ നോക്കിയിരുന്നത്. ചിലപ്പോ ഇതുപോലെ ആകാമല്ലോ. ക്ഷമയെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം ഇത് ഹിന്ദുത്വമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവർ പറഞ്ഞത്. കാരണം വിദ്യാഭ്യാസം ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ ഒരു മതവുമായി ബന്ധപ്പെട്ടൊരു മന്ത്രം ചൊല്ലി അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ക്ഷമ പോയിട്ടുള്ളത്. എന്തായാലും അപ്പോൾ എങ്ങനെ ഇതൊന്ന് ഈ വിഷയത്തെപ്പറ്റി എനിക്ക് സംസാരിക്കണം നോക്കിയിരുന്നപ്പോഴാണ് ഐഐടിയുടെ ബിരുദദാന ചടങ്ങിൽ ഒരു ശ്ലോകം ചൊല്ലി. അപ്പോൾ അത് ഉടനെ ഗായത്രി മന്ത്രമായിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പറഞ്ഞതാവാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സംസ്കൃതം ഇവർക്ക് അറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആതിര നിൽക്കുന്നു, ആതിരയോട് ഒരു നല്ലതായിട്ട് ആതിര പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി എന്ന് വെച്ചിട്ട് നല്ല കാര്യം പറയുന്നു. നല്ല കാര്യം കേട്ട ആതിര എന്താ പറയുക? ഇതിവിടെ പറയാൻ പാടില്ല എന്ന് പറയുമോ? നല്ലതല്ലേ, പറഞ്ഞോട്ടെ എന്ന് പറയും. ഗായത്രിയിലും അതേ ഉള്ളൂ, ശിക്ഷാവല്ലിയിലും അതേ ഉള്ളൂ, നല്ലത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരിടത്തും പറയുന്നില്ല നിങ്ങൾ അടുത്ത രാജ്യത്തിൽ പോയി ബോംബായി പൊട്ടിത്തെറിക്കൂ, നിങ്ങൾ എന്നിട്ട് സ്വർഗത്തിലേക്ക് വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ ഹൂറികളെ വെച്ചിട്ടുണ്ട്, മദ്യപ്പുഴ ഒഴുകുന്നുണ്ട്, ഇതൊക്കെ തരാമെന്ന് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അന്യമത വിശ്വാസികളെ കൊല്ലൂ, അവനെ നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലൂ, അവനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മതം നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ, ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഗായത്രി മന്ത്രത്തിനകത്ത് പറഞ്ഞ എന്താ? ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ, പ്രപഞ്ചത്തിൻ്റെ ഊർജമായിട്ടുള്ള പരബ്രഹ്മം നമ്മളെ
അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ, എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകട്ടെ, ഇങ്ങനെയൊക്കെയാണ്. സത്യം മാത്രമേ, ശിക്ഷാവല്ലിയുടെ അർത്ഥം പറഞ്ഞല്ലോ, സത്യം മാത്രമേ ചെയ്യാവൂ, അച്ഛനെയും അമ്മയും ഗുരുവിനെയും അതിഥിയെയും ഒക്കെ ദേവനായിട്ട് കാണണം, സർവ്വചരാചരങ്ങളോടും ആ ദേവഭാവത്തിൽ വേണം പെരുമാറാൻ. അതായത് എല്ലാവരെയും ദൈവമാണ് എന്ന് കണ്ടിട്ട്, ഒരു പെൺകുട്ടിയെ കണ്ടാൽ ദേവിയാണെന്നും ആൺകുട്ടിയെ കണ്ടാൽ ദേവനാണെന്നും മനസ്സിൽ അത്രയും ബുദ്ധി ഉറയ്ക്കുന്നവനെയാണ് മഹർഷി എന്നൊക്കെ പറയുന്നത്, ഈ മുനി എന്ന് പറയുന്നത്. എല്ലാത്തിനോടും നന്മ കാണുന്ന മുനി എന്ന വാക്കിന് വലിയ വിശദീകരണം നമ്മുടെ ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്. എന്താ, ദുഃഖത്തിൽ ക്ഷോഭമില്ലാത്തവനും സുഖത്തിൽ ഇച്ഛയില്ലാത്തവനും കാമക്രോധങ്ങൾ നശിച്ചവനുമായവനെയാണ് മുനി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ വരുന്ന മനുഷ്യർക്ക് ഗുണം വരുത്താൻ വേണ്ടിയിട്ട് ചൊല്ലുന്ന കാര്യങ്ങളാണിതെല്ലാം. അതാണ് ഇത് ഈ പറയുന്ന ഗായത്രിക്കകത്തുള്ളത്, ഈ പറയുന്ന മന്ത്രങ്ങൾക്കകത്തുള്ളത്, ഉപനിഷത്തുകൾക്കകത്തുള്ളത് ഒക്കെ. ഉപനിഷത്തിലെ മന്ത്രമുണ്ട്, സഹനാവതു മന്ത്രവും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ മാധ്യമം, വലിയ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട് ഇവിടുത്തെ, അവരുടെ റിപ്പോർട്ടർ ഒരിക്കൽ സദ്ഗുരുവിൻ്റെ അടുത്ത് പോയി. സദ്ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളിവിടെ നിർബന്ധിച്ച് നിങ്ങളുടെ സ്കൂളുകളിൽ യോഗ പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ സദ്ഗുരു പറഞ്ഞുണ്ട്, നിർബന്ധിച്ച് നിങ്ങൾ ഫിസിക്സ് പഠിപ്പിക്കുന്നു, കെമിസ്ട്രി പഠിപ്പിക്കുന്നു, ഇത് ഇന്നർ എഞ്ചിനീയറിംഗ് ആണ്, അവനവനെ മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രം എന്തുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ അത്ഭുതമെന്ന് സദ്ഗുരു അങ്ങോട്ട് ചോദിക്കുകയാണ്. അവനവനെ മനസ്സിലാക്കണ്ടേ, എന്താണ് ഞാൻ, സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. മറ്റേത് ഫിസിക്സും ഏത് പ്രപഞ്ചത്തെയും പഠിക്കുന്നതിന് മുമ്പ് അവന്, നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം പറയുന്നുണ്ട്, നിന്നെ അറിഞ്ഞാൽ മതി, നീ പ്രപഞ്ചത്തെ അറിയുന്നു എന്നുള്ളത്. നീ തന്നെയാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നീയാണ്, ഈ പ്രപഞ്ചമാണ് ഈശ്വരൻ, ഈശ്വരനായിരിക്കുന്ന നീ തന്നെയാണ് ഈ സമസ്ത പ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീയും ഈശ്വരനും പ്രപഞ്ചവും തമ്മിൽ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഉള്ളൂർ കവിതയിൽ പറഞ്ഞത്, പരനും ഞാനും ഭവാനും ഒന്നല്ലോ എന്ന് ഉള്ളൂർ പറഞ്ഞിരിക്കുന്ന ആ പ്രേമസംഗീതം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പരനും ഞാനും ഭവാനും ഒന്നാണ്, അതാണ് അദ്വൈത ഭാവം. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, അതാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്, അതാണ് അയ്യാ വൈകുണ്ഠ സ്വാമികൾ പറഞ്ഞത്. ഈ മഹാഗുരുക്കന്മാരെല്ലാവരും, അതാണ് ശങ്കരാചാര്യൻ പറഞ്ഞത്, എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞിരിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെ അറിയുക എന്നുള്ളത്. അതാണ് ഇവിടെ നടത്തുന്നത് എന്ന് സദ്ഗുരു പറയുന്നു. സദ്ഗുരു അപ്പോൾ ഇയാൾക്ക് അത് പൊളിഞ്ഞു. അപ്പോൾ അടുത്ത സാധനം ഇയാൾ അടുത്ത സാധനം എടുത്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഒരു മതമല്ലേ പഠിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് ഇത് മതമാവുന്നത്? ഒന്ന് കുനിയുകയും നിവരുകയും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് യോഗയാണ്. അപ്പോൾ അത് മതമായിട്ട് മാറുമോ? അപ്പോൾ കുനിയുന്നതിനെ മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിവരുന്നതിനെ മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്വാസം എടുത്ത് വിടുന്നതിനെ മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ലോജിക്കലി നിൽക്കില്ലല്ലോ മോനെ എന്ന് തിരിച്ച് സദ്ഗുരു ചോദിക്കുന്നു. അവിടെയും അയാൾ പൊളിയുന്നു. അയാൾ എന്നിട്ട് അവസാനം പറയുക, അല്ല ഇവിടെ വന്നപ്പോൾ ഇത് ആഹാരം കഴിക്കാനിരുന്നപ്പോൾ നിങ്ങൾ മന്ത്രം ചൊല്ലി. അദ്ദേഹം പറഞ്ഞ അതെ, മന്ത്രം ചൊല്ലിയത് സഹനാവതു എന്ന് പറയുന്ന ഉപനിഷത്തിലെ ശാന്തി മന്ത്രമാണ് ചൊല്ലി. അതെന്തിനാ ചൊല്ലുന്നത്? അതിലെന്താ പ്രശ്നം? അത് പറയുന്നതെന്ന് പറഞ്ഞാൽ സദ്ഗുരു പറയുന്ന വാക്കുകളിലാണെങ്കിൽ ലെറ്റസ് സിറ്റ് ടുഗദർ, ലെറ്റസ് ഈറ്റ് ടുഗദർ, ലെറ്റസ് മേക്ക് എനർജി ടുഗദർ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിനകത്ത് എന്താ തെറ്റെന്ന് സദ്ഗുരു തിരിച്ച് ചോദിക്കുന്നുണ്ട്. തകർന്നടിഞ്ഞു പോകും ഈ ക്രിസ്ത്യൻ റിപ്പോർട്ടറെ. ഇയാൾക്ക് പിന്നൊന്നും പറയാനില്ല. ആ രീതിയിലായി പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. സദ്ഗുരുവിൻ്റെ നിസ്സാരമായ ചില ചോദ്യങ്ങളാണ്, നിസ്സാരമായിട്ട് അദ്ദേഹം വളരെ നാച്ചുറലായി ലോജിക്കലായിട്ട് ചോദ്യം. അപ്പം ഇത്തരം മതം ബാധിച്ച എന്തൊരു പരാജയമാണ് റിപ്പോർട്ടർ എന്ന് ആലോചിച്ച് നോക്കും. എന്തൊരു പരാജയമാണ്, ഇത്രയും പരാജയമായിട്ടുള്ള ഒരുത്തരം വേണ്ടത്. കാരണം ഇവൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മതമാണ് അവിടെ പ്രതിധ്വനിച്ചത്. മനസ്സിലായി? അതേ പ്രതിധ്വനിയാണ് ക്ഷമയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവരക്കേടൊരു തെറ്റല്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ക്ഷമയോടെ ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഈ മന്ത്രങ്ങളുടെയൊക്കെ അർത്ഥം അറിയുക, അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ വായിച്ചു നോക്കുക. ഇത് മനുഷ്യനെ കൊല്ലാൻ പറയുന്നില്ല, അപരമത വിദ്വേഷമില്ല, ഒരാളെ ഇല്ലാതാക്കാൻ പറയുന്നില്ല. ആത്യന്തികമായി ഇത് വിജ്ഞാനത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സനാതനധർമ്മം എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ കേദാരമാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്നത് വേദത്തിൻ്റെ മഹത്തായ വെളിച്ചമാണ്. ആ വേദത്തിൻ്റെ വെളിച്ചമാണ് നൂറ്റാണ്ടുകളായി നമ്മളെ വഴികാട്ടുന്നത്. ആ വെളിച്ചത്തിലൂടെയാണ് നമ്മൾ മുന്നേറുന്നത്. ആ വെളിച്ചമാണ് നമ്മളെ മോക്ഷത്തിന് പ്രാപ്തരാക്കുന്നത്, മുമുക്ഷുവാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ 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 എന്നാൽ ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ആ വിജ്ഞാനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് മനസ്സിലാക്കാതെ, അതറിയാതെ ഇങ്ങനെ എന്താ ഈ പറയുന്ന ഏറ്റവും കേവലമായിട്ടുള്ള മതബോധം മാത്രം തലച്ചോറിൽ വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടറിനെ പോലെ, ഈ ക്ഷമാ മൂവ്മെൻറ്റിനെ പോലെ ആയിപ്പോവും. അതില്ലാതാകണമെന്നുണ്ടെങ്കിൽ വിജ്ഞാനത്തെ തേടിപ്പോവുക. ആദ്യം സദ്ഗുരു പറഞ്ഞതുപോലെ അവനവനെ അറിയുക, പ്രപഞ്ചത്തെ അറിയുക, അതിലൂടെ പ്രപഞ്ചത്തെ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ വേണം മുന്നോട്ട്. അപ്പം മന്ത്രത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകും, മനുഷ്യത്വത്തിൻ്റെ അർത്ഥം മനസ്സിലാവും,
ഒടുവിൽ ഈശ്വരൻ എന്താണെന്ന് തെളിയും. അപ്പോൾ അപരവിദ്വേഷവും വെറുപ്പും ഒക്കെ മനസ്സിൽ നിന്ന് പോയിട്ട് എല്ലാം തെളിഞ്ഞു വരും. മനസ്സിലായില്ലേ? ആ ഇങ്ങനെ ശുദ്ധമായ ജലത്തിൽ ഒരു തടാകത്തിൽ എല്ലാം കാണാൻ കഴിയുന്നത് പോലെ ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ ഈ മലീമസമായിട്ടുള്ള മനസ്സിൽ നിന്ന് ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ എല്ലാം ശുദ്ധമാകുമ്പോൾ തെളിഞ്ഞു വരും. അപ്പോൾ ക്ഷമയ്ക്കും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കും ഒക്കെ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാവുകയും പ്രപഞ്ചത്തിൻ്റെ ശക്തി മനസ്സിലാവുകയും സ്വയം മനസ്സിലാവുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ ആരോടും വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇതുപോലെ ഉയർത്തേണ്ടി വരില്ല എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ ലൈവിനും C4Nനും ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4Nനും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N പിന്തുണയ്ക്കുക, സഹായിക്കുക.